നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരാഴ്ചക്കിടയിൽ 2 തവണ ബ്രൈറ്റനോട് പൊട്ടുക. ചെൽസി പൊട്ടി തകർന്നിരിക്കുകയാണ്. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ ബ്രൈറ്റനോട് പ്രീമിയർ ലീഗിലും ഇതാ തോറ്റിരിക്കുന്നു. ഇപ്പോൾ ചെൽസിയുടെ അവസാനത്തെ 6 എവേ മത്സരങ്ങൾ നോക്കുക. ഒന്നുപോലും അവർ വിജയിച്ചിട്ടില്ല. എവേർട്ടനോട് ഗോൾ രഹിത സമനില, എപ്സിച്ചിനോട് 2-0 തോൽവി, പാലസിനോട് 1-1 ഡ്രോ, മാഞ്ചസ്റ്റർ സിറ്റിയോട് 3-1 തോൽവി, ബ്രൈറ്റനോട് 2-1 തോറ്റു. ഇപ്പോൾ ബ്രൈറ്റനോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോറ്റു. ഒരാഴ്ചക്കിടെ 2 തോൽവി. ഒന്ന് FA കപ്പിൻ്റെ 4th റൗണ്ടിലാണ്. അന്ന് 2-1 തോറ്റു. ഇപ്പോൾ ബ്രൈറ്റനോട് തന്നെ 3-0 പ്രീമിയർ ലീഗിലും തോറ്റിരിക്കുകയാണ്. ഈ കളിയിൽ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും ചെൽസി അടിച്ചില്ല എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ചെൽസി കോച്ചിന് നേരെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എക്സിലൊക്കെ വളരെ വ്യാപകമാണ്. അദ്ദേഹത്തെ ഉടനെ സാക്ക് ചെയ്യണമെന്ന രൂപത്തിൽ പോലും ആരാധകർ ഇപ്പോൾ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ബ്രൈറ്റൺ നേടുമ്പോൾ മിത്തോമ ഇരട്ട ഗോളുകൾ നേടി, മിൻറെ 2 ഗോളുകൾ നേടി, വെൽബക്കിൻ്റെ ഇരട്ട അസിസ്റ്റ് നമ്മളവിടെ കാണുകയും ചെയ്തു. മത്സരത്തിൽ വെൽബക്കിനെ മുന്നിൽ നിർത്തി, ഒപ്പം മിത്തോമ അതുപോലെയുള്ള താരങ്ങളെയൊക്കെ മുന്നേറ്റ നിരയിൽ അണിനിരത്തിക്കൊണ്ടാണ് ബ്രൈറ്റൺ ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് എൻകുങ്കു, കോൾ പാൽമർ, മൊഡൂക്കെ എന്നിവരൊക്കെ ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിക്കാനായിട്ട് ആദ്യ 11 ഉണ്ടായിരുന്നു. കളിയുടെ 27ാമത്തെ മിനിറ്റിൽ തന്നെ മിറ്റോമയിലൂടെ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു ബ്രൈറ്റൺ എന്നതാണ്. തൊട്ടു പിന്നാലെ തന്നെ അവർ അടുത്ത ഗോളും കണ്ടെത്തുന്ന കാഴ്ച കണ്ടു. 38ാമത്തെ മിനിറ്റിൽ വെൽബക്കിൻ്റെ അസിസ്റ്റിൽ നിന്ന് മിൻറ്റെ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. അതിനുശേഷം രണ്ടാം പകുതിയിൽ വീണ്ടും വെൽബക്കിൻ്റെ അസിസ്റ്റിൽ നിന്ന് മിൻറ്റെ തന്നെ ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ബ്രൈറ്റൺ സ്വന്തമാക്കി. ചെൽസി സംബന്ധിച്ചിടത്തോളം 4ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 25 കളികളിൽ നിന്ന് 43 പോയിൻ്റാണ് അവർക്കുള്ളത്. 24 കളികളിൽ നിന്ന് 57 പോയിൻറ്റുമായിട്ട് ലിവർപൂൾ 1ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.